ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ എല്ലാവരും കാണണമെന്നില്ല, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു നിക്കാഹിന് പോവുകയാണ് അല്ലേ? നിക്കാഹ് എവിടെയാണ് ഉമ്മ? പുന്നോട്, അതായത് പള്ളിക്കൽ പാരിപ്പള്ളി റൂട്ടിൽ ഇടയിലുള്ളൊരു സ്ഥലമാണ് പുന്നോട് എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലീൻ്റെ ബന്ധത്തിലൊരു നിക്കാഹിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ, ഉമ്മ, വാപ്പ, ചക്കര, പിന്നെ റയാൻ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചാൾ ഇവിടെ ഉണ്ട്. കൊച്ചാൾ നോക്കാണ് ഗൈസ്. കവിളില് കാക്ക പുള്ളിയൊക്കെ ഇട്ട് എവിടെ പോണതെന്ന്? എന്ത് പരിപാടി? കല്യാണത്തിന് പോണ്, നിക്കാഹിന് പോവാണ്. ബിരിയാണി എന്നാ പോവാണോ? ആള് നോക്കാണ്. ഓക്കെ, അപ്പോൾ റമീസ് എവിടെയാണ് ഉള്ളത്? റമീസ് എറണാകുളത്തോട്ട് പോയിരിക്കുകയാണ്, ജോലി സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ റമീസ് ഇല്ല. അപ്പോൾ ഞങ്ങള് 6 ആളുണ്ട് അല്ലേ? ഞങ്ങൾ 6 ആളാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിലാണ് നമ്മൾ പോണത്. ബാക്കിയുള്ളവർക്ക് ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നുള്ള നമ്മുടെ ഫാമിലീസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളാണ് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലേ ഫംഗ്ഷന്? വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ ഫംഗ്ഷന്. നിക്കാഹ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, കല്യാണം ഇപ്പോൾ ഇല്ല. കല്യാണം ഇനി 1 വർഷം കഴിഞ്ഞുള്ളത്, അടുത്ത ഓഗസ്റ്റിലൊക്കെയാണ് കല്യാണം ഉള്ളത്. അപ്പം ഇന്ന് നിക്കാഹ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. പോയാലും നമുക്ക് എന്നാ ഓക്കെ, എന്നാ കയറിക്കോളി പോയേക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പള്ളിക്കലൊക്കെ കഴിഞ്ഞു, എത്താനായിട്ടുണ്ടല്ലേ? അപ്പൊ എത്താനായിട്ട്. മോളെന്താ ഉറക്കും? ചക്കര ഉറങ്ങി തീർക്കാണല്ലേ? അവിടെ ഉള്ള എല്ലാവരും കുട്ടീനെ കണ്ടില്ലല്ലോ? ഇല്ല, എല്ലാവരും ഇന്നാണ് കാണുന്നല്ലേ? അപ്പോൾ എല്ലാവരും ഉമ്രയ്ക്ക് പോയി എന്ന ഉമ്മാനെയും കാണണം, അതേപോലെ തന്നെ നമ്മുടെ ന്യൂ ബേബിനെയും കാണണം അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുമിക്കണ ഒരു ഫംഗ്ഷൻ ആവുകൊണ്ട് അതൊക്കെ ഒരുമിച്ചുകൊണ്ട് കാണാം. ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി 5 മിനിറ്റ് മതിയല്ലോ അല്ലേ? ഇവിടെ നമുക്ക് കഷ്ടിയൊരു 5 മിനിറ്റ് കൂടി മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ വീട് വന്നിട്ട്. അപ്പോൾ നിക്കാഹ് ഇവിടെ വെച്ചാൽ നിക്കാഹ് അസറിന് ശേഷം പള്ളിയിൽ വെച്ചാണ്, ജമാഅത്തിൽ വെച്ചാണ് നിക്കാഹ് ഉള്ളത്. ഇപ്പോൾ 1:30 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വൈകുന്നേരം പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകും. അവിടെയാണ് നിക്കാഹ്. അപ്പോൾ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചക്കരയും റയാനൊക്കെ അത് അപ്പയൊക്കെ പോകുന്നുണ്ട്. ഉമ്മതേ മോളെയും കൊണ്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി വെക്കാം. ഞാനതേ ബ്ലാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ചക്കര അതേ ഒരു ക്രീം കളറൊക്കെ ഇട്ടിട്ട്. ഓക്കെ, നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ അതേ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളിയിൽ വെച്ചാണ് നിൽക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചായ, അതേപോലെ തന്നെ വെള്ളം, കടികൾ, പലഹാരങ്ങളൊക്കെ ആയിട്ടുള്ള സൽക്കാരൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് പള്ളി വന്നിട്ട് ഇല്ലേ? അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. സമയം 3:15 ആയിട്ടുണ്ട്. അപ്പോൾ അസറിന് ശേഷമാണ് നിക്കാഹ് വരുന്നത്. ഓക്കെ, അങ്ങനെ നിസ്കാരത്തിനുള്ള സമയമായി. അപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിക്കാഹിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുന്നോട് മുസ്ലിം ജമാഅത്ത്. അപ്പോൾ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് നിക്കാഹ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ എത്തി. നിക്കാഹ് കാര്യങ്ങളൊക്കെ പള്ളിയിൽ വെച്ചായിരുന്നു, കഴിഞ്ഞു. അങ്ങനത്തെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്നൊരു ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100-200 ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ ഒരു 100-150 ആൾക്കാരില്ല, അവിടെ 350 ആൾക്കാരിനുള്ളിൽ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു. അങ്ങനെ നിൽക്കാതെ കഴിഞ്ഞതിന് ശേഷം കല്യാണ ചെക്കൻ വീട്ടിൽ വന്നിട്ട് കല്യാണ പെണ്ണിന് ബൊക്കൊക്കെ കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ
പെണ്ണുങ്ങളാരും നിക്കാഹിന് വരില്ലല്ലോ, കാരണം അവരെല്ലാവരും വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ചെക്കൻ അവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പെണ്ണ് ബൊക്ക കാര്യങ്ങൾ എല്ലാതും കൊടുക്കുന്നത്. അപ്പോൾ ഉമ്മായും ചക്കരയും എല്ലാവരും കുട്ടിയും അതേപോലെ തന്നെ മേമായും എല്ലാവരും അവിടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബൊക്കയൊക്കെ കൊടുത്തിട്ട് രണ്ടാളും കൂടി ചേർന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫാമിലിയിലെ എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഉമ്മയുടെ പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ അനിയത്തിൻ്റെ മക്കൾ, പിന്നെ അവരുടെ മരുമക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നിന്നിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ വന്ന കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളും ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയ്ക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, ഒരു 20-22 കിലോമീറ്റർ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ നമ്മളും അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. പരിപാടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? ഉഷാറായിരുന്നില്ലേ? എല്ലാ ബന്ധുക്കളെയും കുറെ നാളിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് കണ്ട് കൂടി കാഴ്ചക്ക് പറ്റിയില്ലേ? അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫാമിലിയില് പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോഴാവും എല്ലാ ബന്ധുക്കളെ ഇതേപോലെ ഒരുമിച്ച് ഒരു സദസ്സില് ഒന്ന് കാണാൻ കിട്ടുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാ, ഈ ഒരു വീഡിയോ വഴി എന്ത് ചെയ്യാം, നമുക്ക് വന്ന ആൾക്കാരെയും ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ വഴിയിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അല്ലെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഫോട്ടോയും വീഡിയോസൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും വാട്സപ്പിൽ കൂടെ അയച്ചു കൊടുക്കലൊക്കെ ഉണ്ടാവും. ലൈവായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കണുണ്ടാവും. ഇൻ കേസ് ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും അതൊരു ഫുള്ളൊരു വീഡിയോ ആയിട്ട് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ പിന്നെ കുടുംബത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാൾ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഉപയോഗമാണ്. ഏതായാലും പരിപാടിയൊക്കെ ഉഷാറായില്ലേ? കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തില്ലേ? കൊടുത്തു. കൊണ്ടുപോകാൻ കാര്യം തന്നെ എല്ലാരും അവിടെ കൂടുന്നോണ്ടേ ഒരുമിച്ച് എല്ലാരെയും കാണാലോ എന്ന് വെച്ചാണ് കൊണ്ടുപോയത്. അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് കുഞ്ഞിനെ കാണാൻ വന്നേനെ. അപ്പോ അവിടെ വെച്ച് കണ്ടോണ്ട് പിന്നെ നമ്മള് ആദ്യമായിട്ട് കാണുമ്പോഴല്ലേ കൊടുക്കാറുള്ളത്. അതെ. നമ്മള് ഉംറയ്ക്ക് പോയി എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഇതിലാണ് നമ്മൾ അതെന്തായാലും കൊടുക്കാനുള്ളത് നമ്മൾ. അപ്പൊ എന്ത് ചെയ്തു, പോയ പോക്കിൽ തന്നെ അതൊക്കെ നമ്മൾ കരുതിയിട്ടാ പോയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്യണതും പിന്നെ പൊതിയണതും കെട്ടണതും കീസിലാക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോയപ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്നാ ഇനി കല്യാണം അമ്മ നമ്മള് 2026 ഓഗസ്റ്റ് 9-നാണ്. അത് ശരി. അപ്പോൾ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഏകദേശം 1 വർഷം മുന്നേക്കെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ ആ സമയത്ത് ഓഡിറ്റോറിയം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു നേരമാകുമ്പോൾ ചിലപ്പോൾ കിട്ടും. ഇവിടെയൊക്കെ അങ്ങനെയാണ്, ഞായറാഴ്ച കിട്ടില്ല അല്ലേ? അല്ലാതെ ഇല്ലാവും. അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ വേഗം കിട്ടും. ഒരു ഓഗസ്റ്റിന് മുന്നേ ബുക്ക് ചെയ്തു. അതായത് 1 വർഷം മുന്നേ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ട സാഹചര്യം. അങ്ങനെ ഓഗസ്റ്റ് 9-ന് ബുക്ക് ചെയ്തു അല്ലേ? ഓക്കെ. അപ്പോൾ 1 വർഷം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ഞായറാഴ്ച ഡേറ്റിനെ കിട്ടണത്. അപ്പോൾ അമ്മാതിരി ഡിമാൻഡാണ് ഞായറാഴ്ച, ഭയങ്കരം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് കാണാതെ എല്ലാവർക്കും